Hello everyone. Welcome to Riles Academy. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ യൂസിനെറ്റ് പേപ്പർ വണ്ണിലുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിന്റെ സബായിട്ട് വരുന്ന സബ് ടോപ്പിക്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റീസെന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഒരു ബേസിക് പെരിഫറൽസ് എന്നല്ല, ഇതിന്റെ കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഏതൊക്കെയാണ് റീസെന്റ് ആയിട്ട് ചോദിച്ച പോയിന്റ്സുകൾ എന്നൊക്കെ. പിന്നെ ലാസ്റ്റ് സ്ലൈഡ്സിലോട്ടാണ് ഇത് വരുന്നത്. ഫൈൻ. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട്സുകൾക്ക് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, പോയിന്റ്സുകൾ നോട്ട് ഡൗൺ ചെയ്യുക. ഫൈൻ. എനിവേ ഐ ആം സ്റ്റാർട്ടിംഗ് ദ സെഷൻ. സോ എന്താണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെമ്മറി, അല്ലെ? ഓർമ്മ, നമ്മുടെ ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ എന്താണ് ഹ്യൂമൻ മെമ്മറി? നമുക്ക് ആദ്യം അതിന്റെ എന്താണ് മെമ്മറി, അതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം. ഓക്കെ. മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്? മെമ്മറി ഈസ് ദി എബിലിറ്റി ടു എൻകോഡ്, സ്റ്റോർ ആൻഡ് റിട്രീവ് ഇൻഫോർമേഷൻ. ഓക്കെ. എൻകോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഡീകോഡിങ്, എൻകോഡിങ് ഒക്കെ നമുക്കറിയാലോ. അതായത് നമ്മൾ ഒരു ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ മൈൻഡിൽ നിന്ന് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷനെ നമ്മൾ ആ ഒരു സ്പെസിഫിക് ടൈമിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഈ പറയുന്നത് എൻകോഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഒരു കാറ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ റിവേഴ്സ് ചെയ്യണമെന്ന് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരും. വെഹിക്കിളുള്ള പിന്നെ ഷോർട്ട് ഗ്ലാസ്സിൽ നോക്കിയിട്ട് ഒബ്ജക്റ്റ് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം എന്ത് ചെയ്യണം, സ്റ്റിയറിംഗ് തിരിക്കണം. അതാണ് ഈ എൻകോഡിങ്. നമ്മളൊരു കാര്യം പഠിച്ചു വെക്കും, ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് അവിടെ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യും. അതാണ് ഈ എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഈ എൻകോഡ് ചെയ്യാനുള്ള എബിലിറ്റി ടു എൻകോഡ്, സ്റ്റോർ ആൻഡ് റിട്രീവ് ഇൻഫോർമേഷൻ. നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള, നമ്മൾ റിട്രീവ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇൻഫോർമേഷൻ സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് എൻകോഡ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയാ, മെമ്മറി എന്ന് പറയാം. പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എൻകോഡ് ചെയ്യുക. എന്താണ് എൻകോഡ് ചെയ്യുന്നത്? സ്റ്റോർ ആൻഡ് റിട്രീവ് ഇൻഫോർമേഷൻ. സ്റ്റോർ ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ റിട്രീവ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് എൻകോഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയാ, മെമ്മറി എന്ന് പറയാം. ഓക്കെ. ബേസിക് സംഭവം ക്ലിയർ അല്ല? ഈ പോയിന്റ്സുകൾ നോട്ട് ഡൗൺ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് പിന്നെ സംഭവം എഴുതാം. ഞാനൊരു ജസ്റ്റ് ഒരു 1 ലൈൻ എക്സ്പ്ലനേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ലേണിംഗ്, തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അല്ലെ? നമുക്ക് മെമ്മറി എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക? ഒന്ന് ലേണിംഗ്, അല്ലെ? ഒരു കാര്യം പഠിക്കാൻ. അതുപോലെ തിങ്കിങ്, കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ, നമ്മളൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള വിഷയങ്ങളെ പറ്റി വിശകലനം നടത്താനും വേണ്ടി നമുക്ക് ഈ പറയുന്ന ഹ്യൂമൻ മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്, അല്ലെ? ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തരികയാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മാത്സിന്റെ ഒരു പ്രോബ്ലം തരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഇപ്പം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ്. നമുക്ക് അവിടെ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബോർഡ് മാസ് റൂൾ എടുക്കും, അല്ലെ? ബോർഡ് മാസ് റൂൾ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് എൻകോഡ് ചെയ്യും. ഓക്കെ, ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം ബ്രാക്കറ്റ് ഓഫ് ചെയ്യുക, പിന്നെ ഡിവിഷൻ ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഓക്കെ, അതാണ് ഈ പ്രോബ്ലം സോൾവിങ്. നമ്മളൊരു പ്രശ്നം, നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്നത് നമുക്ക് എന്ത് വേണം? അവിടെ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു ഇൻഫോർമേഷനും വേണം, അത് റീകോൾ ചെയ്യാനുള്ള ഒരു കപ്പാബിലിറ്റി നമുക്ക് വേണം. അതാണ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടി. ഇപ്പൊ എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു തീരുമാനം, ഇപ്പം ഒരു പിന്നെ എന്താണ്, ഒരു അതോറിറ്റി പോസ്റ്റുള്ള ആളുകൾ, ഇപ്പം പോലീസോ അല്ലെങ്കിൽ ഡിഫൻസിലൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യും? അവർക്ക് ഇതിന് മുന്നേ ഇങ്ങനെ ഒരു സാഹചര്യം, വളരെ പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് അവർ ചിന്തിക്കും, ഓക്കെ, ഇങ്ങനെയുള്ള ക്രൈസിസ് ഉള്ള സമയത്ത് ഞാൻ എന്താണ് ആക്ഷൻ എടുക്കേണ്ടത്? ഞാൻ പിന്നെ ഷൂട്ട് അറ്റ് ദ സൈറ്റ് ആണോ, അല്ലെങ്കിൽ മാക്സിമം ആളുകളെ അവെയർ ചെയ്യിപ്പിക്കലാണോ? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും? അപ്പൊ ഈ ഹ്യൂമൻ മെമ്മറി നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ ഹ്യൂമൻ മെമ്മറി എന്ന് പറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ. വിത്തൗട്ട് മെമ്മറി ലേണിംഗ് കനോട്ട് ടേക്ക് പ്ലേസ്, അല്ലെ? നമ്മളൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിങ്ങനെ നമ്മൾ ഓരോ എലമെന്റ് കണക്ട് ചെയ്യുക, നമ്മൾ റീകോൾ ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ പഠിക്കുക. ഇപ്പം ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പൊ കാർ ഡ്രൈവിംഗ് നല്ലൊരു എക്സാമ്പിൾ. ഇപ്പൊ കാർ ഡ്രൈവിംഗിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ, കാർ ഡ്രൈവിംഗ് പഠിക്കണം, നമുക്ക് എന്ത് വേണം? നമുക്ക് നല്ല മെമ്മറി വേണം. എങ്ങനെയുള്ള മെമ്മറിയാണ്? അതായത് ഓക്കെ, ആദ്യം ഞാൻ സീറ്റ് ബെൽറ്റ് ഇടണം, പിന്നെ ഹാൻഡ് ബ്രേക്ക് ഉണ്ടാവും, പിന്നെ സ്റ്റാർട്ട് ചെയ്യണം, അതിന് മുന്നേ വണ്ടി ന്യൂട്രൽ ആണെന്ന് ചെക്ക് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ക്ലച്ച് അമർത്തണം, എന്നിട്ടാണ് ഫസ്റ്റ് ഗിയർ ഇടേണ്ടത്, അതിനുശേഷം പയ്യെ ക്ലച്ച് വിട്ടിട്ട് ആക്സിലേറ്റർ കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ആദ്യമേ ഉണ്ടാവണം, എന്നാലും നമുക്ക് ആ കാർ പഠിക്കാൻ പറ്റും. അതായത് മെമ്മറി എന്ന് പറയുന്നത്, ലേണിംഗ് നടക്കുന്നത് മെമ്മറി വേണം.
മെമ്മറി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ ഒരു കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് എൻകോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് ബേസിക് ആയിട്ട് ഹ്യൂമൻ മെമ്മറിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ, വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കേട്ടോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ 4 hours ഓഫ് മെമ്മറി ഇമ്പോർട്ടന്റ് ആണ്, ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. എന്താണ് 4 hours ഓഫ് മെമ്മറി? ഒന്നെന്താണ് രജിസ്ട്രേഷൻ അല്ലെ. രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ വേർഡ് മീനിങ്, ആ പേരിലൊരു രജിസ്ട്രേഷൻ ചിന്തിക്കും, ഒന്നുമില്ല, റിസീവിങ് ഇൻഫോർമേഷൻ ത്രൂ സെൻസസ്. സെൻസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ഹ്യൂമൻ സെൻസ് ഒക്കെ നമുക്കറിയാം, കണ്ണ്, നമ്മൾ കണ്ണിലൂടെ പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുമല്ലേ, കാഴ്ചയിലൂടെ. നമ്മൾ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻഫോർമേഷൻസ് സീക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ കണ്ണ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിങ്ങനെ കാണണം, എങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അത് ആദ്യം ഈ ഒരു ബട്ടൺ അമർത്തിയതിനു ശേഷം അവർ 6 ബട്ടണാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഈ അതുപോലെ തന്നെ സ്മെല്ലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു റോസാപ്പ് നമ്മൾ അടുത്തൊന്ന് നമുക്ക് മനസ്സിലാവും, സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ദിസ് ഈസ് റോസ്, ബിക്കോസ് നമുക്കറിയാം നമ്മുടെ മൈൻഡില് റോസിന് ഈ സ്മെല്ലാണ്, ജാസ്മിൻ ഈ സ്മെല്ലാണ് അല്ലെ. അപ്പൊ നമുക്ക് കണ്ണടച്ചിട്ടാണെങ്കിൽ പോലും ഒരു റോസ് നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ച് നമുക്ക് മനസ്സിലാവും ഓക്കെ ദിസ് ഈസ് റോസ്. ഓക്കെ, അതാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ സെൻസ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്തിട്ട് അവിടെ സ്റ്റോർ ചെയ്യണം. ഓക്കെ, സ്റ്റോറിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു പോയിന്റ്, അതായത് റിട്ടൻഷൻ. റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റോറിംഗ് ഇൻഫോർമേഷൻ. സെൻസ് ചെയ്തിട്ടുള്ള കണ്ണുകൊണ്ടോ മൂക്കൊണ്ടോ ചെവിയോണ്ടോ കേട്ടതോ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ സ്റ്റോർ ചെയ്യാണ്. പിന്നെന്താണ് റീകോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ബ്രിങ്ങിങ് സ്റ്റോർഡ് ഇൻഫോർമേഷൻ ബാക്ക് ടു മൈൻഡ്. നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ് നമ്മൾ എന്ത് പറയാ, റീകോൾ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ, കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒന്നല്ലല്ലോ. പിന്നെ എന്താണ് റെക്കഗ്നിഷൻ. റെക്കഗ്നിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മളൊരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കാർ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുണ്ടാവും റിവേഴ്സ് എങ്ങനെ എടുക്കണം എന്നുള്ളത്, ബേക്കിലത്തെ ഗ്ലാസ് നോക്കി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അത് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് ആ ഒരു ഇൻഫോർമേഷൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ട് വരും. ഓക്കെ, സി രാഹിൽ, ഈ ഒരു സമയത്ത് നീ പഠിച്ച കാര്യങ്ങൾ, അതായത് റിവേഴ്സ് എടുക്കുമ്പോൾ പിറകെ നോക്കുക, ആ ചെറിയ ഗ്ലാസ് നോക്കുക, എന്നിട്ട് റിവേഴ്സ് എടുക്കുക, അതാണ് റെക്കഗ്നിഷൻ. അണ്ടർസ്റ്റുഡ്? ഇതാണ് 4 hours ഓഫ് മെമ്മറി. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ, വലിയ കോംപ്ലക്സിറ്റി ഒന്നുമില്ല. ഇതാണ് ഹ്യൂമൻ മെമ്മറിയുടെ ബേസിക്സ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ മർമ്മപ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്സ് ഓഫ് മെമ്മറി കൂടി ഡിസ്കസ് ചെയ്യാം. കാരണം ഇതും വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ്. 2-3 ക്വസ്റ്റ്യൻ പിന്നെ എക്സാംസിൽ ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും കൂടി നിങ്ങൾ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ പറയുക, നിങ്ങൾ ഈ സിലബസ് നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊക്കെ പഠിക്കാനുണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് പഠിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സംവർ ഐ ബിലീവ് യുനോ ഇതൊക്കെ പഠിക്കണം. നിങ്ങൾ സിലബസ് മാത്രം റെഫർ ചെയ്ത് പഠിക്കുന്ന ആളുകളാണ് ഈ ക്ലാസ് കിട്ടുന്നെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് സിലബസ് മാത്രം നോക്കിയിട്ട് പഠിക്കരുത് പ്ലീസ്. അതൊക്കെ കഴിഞ്ഞു, വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഇപ്പോഴും നെറ്റിന്റെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സാധനം. പക്ഷെ ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു വരുന്നുണ്ട്, ടഫ് ആവുന്നുണ്ട് എക്സാംസ്. അതുകൊണ്ട് തന്നെ ഇൻഡെപ്ത് പഠിക്കാം, ഒരു വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടൈപ്സ് ഓഫ് മെമ്മറി നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് മെമ്മറി എന്ന് പറയുന്നത് സെൻസറി മെമ്മറി ആട്ടോ. സെൻസറി മെമ്മറി എന്ന് പറയുന്നത് വെരി ഷോർട്ട്, വളരെ ഷോർട്ട് ആയിട്ടുള്ള ടൈമിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് സെൻസറി മെമ്മറി. ഇപ്പം ലെസ് ദാൻ 1 സെക്കൻഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതാണ് ഈ പറയുന്ന സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്ലൂഡിങ് ഐക്കോണിക് ആൻഡ് എക്കോയിക് മെമ്മറി. ഇപ്പൊ നമ്മൾ വിഷ്വൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഓഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ആ ഒരു സമയത്ത് മാത്രം നമുക്ക് മെമ്മറിയിൽ എന്ത് ചെയ്യാൻ പറ്റൂ, അത് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതിനൊരു എക്സാമ്പിൾ ആണ് ഫ്ലാഷ് ഓഫ് എ ലൈറ്റ്. ഒരു ലൈറ്റിന്റെ ഫ്ലാഷ് എന്നൊക്കെ പറയുന്നത് ലെസ് ദാൻ 1 സെക്കൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അതാണ് ഈ പറയുന്ന സെൻസറി മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, ഷോർട്ട് ടേം മെമ്മറി. അതായത് സ്റ്റോർസ് ഇൻഫോർമേഷൻ എന്താണ് ഫോർ 15 to 30 സെക്കൻഡ്സ്, ഒരു 30 സെക്കൻഡോളം നമുക്ക് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് നമ്മൾ പറയാ ഷോർട്ട് ടേം അഥവാ STM എന്നാട്ടോ ഇതിന് പറയാം. ലിമിറ്റഡ് കപ്പാസിറ്റി, അബൌട്ട് 7 to 2 ടൈംസ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇത് റീകോൾ ചെയ്യാൻ പറ്റുക. ഫൈൻ. ഇപ്പം ഒരു ഫോൺ നമ്പർ നമ്മൾ പെട്ടെന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വളരെ ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് അത് ഓർമ്മിച്ച് വെക്കാൻ പറ്റുള്ളൂ. കുറെ സമയത്തേക്ക് നമ്മളത് മറന്നു പോകും അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പിന്നെ നമ്മുടെ ഈ നമ്പർ പ്ലേറ്റിലെ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മുടെ വണ്ടിയിൽ അത് റാൻഡം ആയിട്ടുള്ള വണ്ടികളുടെ നമ്പർ നമുക്ക് ഒരു 15-30 സെക്കൻഡ് വരെ മാത്രം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് മറന്നു പോകും. അതാണ് ഈ പറയുന്ന ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. വർക്കിംഗ് മെമ്മറി. വർക്കിംഗ് മെമ്മറി എന്ന് പറയുമ്പം ഇപ്പം യൂസ്ഡ് ഫോർ ടെമ്പററി സ്റ്റോറേജ് ആൻഡ് മെന്റൽ പ്രോസസ്സിംഗ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ് ഈ ടെമ്പററി എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് പെർമനന്റും ടെമ്പററി ഡിഫറൻസ് അല്ല. ടെമ്പററി എന്ന് പറയുമ്പോൾ കുറച്ച് കാലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്യാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാത്സിലൊക്കെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ചില കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് എനിക്കൊന്നും ഇപ്പോൾ ഓർമ്മയില്ല, ഒരുപാട് പ്രോബ്ലംസ്. പക്ഷെ ആ സമയത്ത് എക്സാംസ് വരെ എനിക്ക് നല്ല ഓർമ്മയിലുണ്ടായിരുന്ന കാര്യങ്ങൾ എനിക്ക് ഇപ്പൊ അതൊന്നും ഓർമ്മയില്ല. അതൊക്കെ എന്താണ്, ടെമ്പററി സ്റ്റോറേജ് ആണ്. ഒരുപാട് കാലത്തേക്കില്ല, വളരെ കുറച്ച് കാലയളവിലേക്ക് മാത്രം നമ്മൾ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കുന്ന ഒരു മെമ്മറിയാണ് നമ്മൾ വർക്കിംഗ് മെമ്മറി എന്ന് പറയാം കേട്ടോ. അത് ടെമ്പററി സ്റ്റോറേജ് ആണ് ആൻഡ് മെന്റൽ പ്രോസസ്സിംഗ് ആണ്. ഇതെന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുക, റീസണിങ്, അതുപോലെ തന്നെ കംപ്രഹെൻഷൻ, അതുപോലത്തെ ലേണിങ്ങിനാണ്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് സോൾവിങ് എ മാത്ത് പ്രോബ്ലം ഇൻ എ മൈൻഡ്. അത് നമുക്ക് എന്താണ്, ഒരു ടെമ്പററി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇതാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. ഈ വർക്കിംഗ് മെമ്മറി ഇതിന്റെയൊക്കെ നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. വർക്കിംഗ് മെമ്മറി എന്താണ്, ഷോർട്ട് ടേം മെമ്മറി എന്താണ്, അതിന്റെ കാലാവധി എത്രത്തോളമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് നോക്കുക കേട്ടോ. പിന്നെന്താണ്, വൺ സെക്കൻഡ്, യാ, പിന്നെ വരുന്നതാണ് എന്ത്, യാ, ലോങ് ടേം മെമ്മറി കേട്ടോ. ലോങ് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ നമുക്ക് ഉണ്ടല്ലേ, അതായത് ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ ഓർമ്മിച്ച് നിൽക്കുന്ന മെമ്മറിയാണ് നമ്മൾ എന്ന് പറയാം ലോങ് ടേം മെമ്മറി എന്ന് പറയാം. ഇപ്പൊ നമ്മൾ പഠിച്ച സ്കൂളിന്റെ പേര് അല്ലെ, നമ്മുടെ പേരൻസിന്റെ പേര്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ലോങ് ലൈഫിൽ നമ്മളുള്ള കാലത്തോളം നമുക്ക് എന്തുണ്ടാവും, അത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും. ഇവിടെ എന്താണ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാവും കേട്ടോ. ഈ ലോങ് ടേം മെമ്മറി നമുക്ക് എന്താണ്, എത്ര ഇൻഫോർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മനുഷ്യന്റെ കാലയളവിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം അതിനൊരു എക്സാമ്പിൾ ആണ് റിമെമ്പറിങ് യുവർ സ്കൂൾ നെയിം എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഈ പറയുന്ന 4 ടൈപ്സ് ഓഫ് മെമ്മറി. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഇത്രത്തോളം പഠിച്ചാൽ മതി. അല്ല, അല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ലോങ് ടേം മെമ്മറിയിൽ തന്നെ ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്. ഞാൻ പറയട്ടെ, ഈ ടൈപ്സ് ഓഫ് മെമ്മറി, ലോങ് ടേമിന്റെ ടൈപ്സ് ഓഫ് മെമ്മറിയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2-3 എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ സിലബസ് ചിലപ്പം ഹ്യൂമൻ മെമ്മറി മാത്രം എക്സ്പ്ലെയിൻ ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യും, ഹ്യൂമൻ മെമ്മറി മാത്രം പഠിക്കും. പക്ഷേ ക്വസ്റ്റ്യൻസ് വരുന്നത് പഠിച്ചതിന്റെ അണ്ടറിലുള്ള ഒരു സപ്പോർഷൻ ഉണ്ടാവും, അതിന്റെ അണ്ടറിൽ വേറൊരു സപ്പോർഷൻ ഉണ്ടാവും. ആ വേറെ ഒരു സപ്പോർഷൻ ആണ് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക. അതായത് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഡെപ്ത് ഐഡിയ നമുക്ക് ഉണ്ടാവണം. അത് മിസ് ഔട്ട് ആവാൻ പാടില്ല. ഫൈൻ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ടേം മെമ്മറിയിൽ തന്നെയുള്ള ടൈപ്സ് ഓഫ് മെമ്മറീസ് ഉണ്ട്. നമുക്ക് അതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ അത്രമാത്രം മതി, അതിന്റെ അപ്പുറം പോകണമെന്നില്ല. അതുവരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ നോക്കാവുന്നതാണ്. ഫൈൻ, ടൈപ്സ് ഓഫ് ലോങ് ടേം മെമ്മറി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് ഡിക്ലറേറ്റീവ് മെമ്മറി ഉണ്ട്, നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി ഉണ്ട്. അതായത് ഫാക്ട്സും ഇവന്റ്സും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ്. ലോങ് ടേമിലേക്ക് നമ്മൾ ഫാക്റ്റും ഇവന്റ്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതാണ് ഡിക്ലറേറ്റീവ് മെമ്മറി. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫാക്ട്, ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഡൽഹി, നമ്മുടെ ബർത്ത്ഡേ ഡേറ്റ്, ഇതൊക്കെ എന്താണ്, ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഒരു ഇവന്റ് ആണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ബർത്ത്ഡേ, നമ്മുടെ പാരന്റ്സിന്റെ ബർത്ത്ഡേ, പാരന്റ്സിന്റെ ആനിവേഴ്സറി, ഇപ്പം മാരീഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസം, അതൊക്കെ നിങ്ങളുടെ കാലത്തോടെ നിങ്ങൾ ലോങ് ടേമിലേക്ക് ഓർമ്മിച്ച് വെക്കുമല്ലോ, അതിനാണ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് കേട്ടോ പറയാം. അതുപോലെ തന്നെ ഇപ്പൊ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഒരുപാട് ഫാക്റ്റുകൾ ഉണ്ടല്ലോ, ഇപ്പൊ താജ്മഹൽ, അതുപോലെ അങ്ങനെയുള്ള നമ്മുടെ ഒരുപാട് ഫാക്ട്സുകൾ ഓർമ്മിച്ച് വെക്കാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലോങ് ടേം മെമ്മറി നമ്മൾ എന്താ പറയാ, ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് കേട്ടോ. അതിന് നമ്മൾ എക്സ്പ്ലിസിറ്റി എന്നും കൂടി അറിയപ്പെടും, എക്സ്പ്ലിസിറ്റ് എന്നും കൂടി അതിനെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി. അതായത് സ്കിൽസും ഹാബിറ്റ്സും ഉണ്ടാവുമല്ലോ. അതായത് ഇപ്പം സൈക്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരിക്കൽ പഠിച്ച് നമുക്ക് കാലകാലങ്ങളോളം നമുക്ക് അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അതാണ് ഈ നോൺ ഡിക്ലറേറ്റീവ്. അതെന്താണ്, സ്കിൽസും ഹാബിറ്റ്സും ആയിരിക്കും ലോ അതായത് സ്കിൽസും ഹാബിറ്റ്സും ലോങ് ടേം മെമ്മറിയിലേക്ക് വരുമ്പോൾ അതെന്താണ്, നോൺ ഡിക്ലറേറ്റീവ് മെമ്മറിയാണ്. ഒരു എക്സാമ്പിൾ സൈക്ലിങ്, അതുപോലെ ടൈപ്പിംഗ്, സ്വിമ്മിങ് ഒക്കെ വരും കേട്ടോ. സ്വിമ്മിങ് അങ്ങനെയാണല്ലോ, നമ്മുടെ ലൈഫ് ടൈമിലേക്ക് നമുക്ക് അതിനെ ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ എന്താ പറയാ, നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി. ഇത് രണ്ടും ക്ലിയർ അല്ലേ, ഈസി ആട്ടോ. അത് ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും
സബായിട്ട് വരുന്നൊക്കെ നമ്മൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് അത് ഇങ്ങനെ രണ്ട് വര വരച്ചാൽ മതി. മെമ്മറി തന്നെ ഹ്യൂമൻ മെമ്മറി എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ടോപ്പിക് എഴുതി കഴിഞ്ഞാല് അവിടെ നമ്മൾ സബായിട്ട് 4 പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ പോയിന്റ് രണ്ട് രണ്ട് വര വരച്ചാൽ മതി. എന്നിട്ട് ഡിക്ലറേറ്റീവ് എന്ന് കൊടുക്കുക. അതിന്റെ കൂടെ നോൺ ഡിക്ലറേറ്റീവ് എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. ഫാക്ട് ആൻഡ് ഇവന്റ്, ഇവിടെ എന്താണ് സ്കിൽ ആൻഡ് ഹാബിറ്റ്, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പൊ ചിലപ്പോൾ ഈ രണ്ട് എക്സ്ട്രാ പോയിന്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ എക്സാമിന്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിസ് ഔട്ട് ആവാതിരിക്കാം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, അതും കൂടി പറയാൻ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ടല്ലോ ഞാൻ എന്തിനാ ഇത്ര ഇൻഡെപ്തിലേക്ക് പോകുന്നത്, ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ നമ്മൾ ഇവിടെ മിസ് ഔട്ട് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ഹ്യൂമൻ മെമ്മറി മറന്നു പോകാൻ സാധ്യതയുണ്ടോ? നമ്മുടെ മെമ്മറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അല്ലെ ചില കാര്യങ്ങൾ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്ത വേണം, എന്തുകൊണ്ടാണ് നമ്മൾ മറക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. റീസെന്റ് ആയിട്ട് കഴിഞ്ഞ 2026 യൂസ് നെറ്റ് എക്സാമിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ വി ഫോർഗെറ്റ് എന്നുള്ള ടോപ്പിക്. ആരും തന്നെ അത് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല, പക്ഷെ അതുണ്ട്. അത് നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ പഠിക്കണം എന്നുള്ളതാണ്. അതും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. വൈ വി ഫോർഗെറ്റ്. ഈ ഡി കെ തിയറി ഉണ്ടല്ലോ, ഇതാട്ടോ കഴിഞ്ഞ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ. ഈ ഡി കെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് എക്സാമിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്ലീസ് ലേൺ ഓൾ ദീസ് തിങ്സ്. ഓക്കെ, നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. എന്താ ഡി കെ തിയറി എന്നുള്ളത്? മെമ്മറി ഫെയ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് യൂസ് ഓവർ ടൈം. അതായത് ചില ഫാക്റ്റുകൾ, ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാലത്തേക്ക് നമ്മളത് യൂസ് ചെയ്യാതെ വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് മറന്നു പോകും. അതിനാണ് നമ്മളെന്ത് പറയാ, ഡി കെ തിയറി എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഡി കെ തിയറിയിൽ എന്താ പറയുന്നത്? മെമ്മറി ഫെയ്ഡ്സ് ഡ്യൂ ടു ലാക്ക് ഓഫ് യൂസ് ഓവർ ടൈം. ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് മറന്നു പോവാണ്. ഒരു എക്സാമ്പിൾ ആണ് ഫോർഗെറ്റിംഗ് ലെസൺ നോട്ട് റിവൈസ്ഡ്. നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലെസൺസ് നമ്മൾ മറന്നു പോകും. അതാണ് ഈ പറയുന്ന ഡി കെ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഡി കെ തിയറി ഇപ്രാവശ്യം ചോദിച്ചത് കൊണ്ട് നെക്സ്റ്റ് ടൈം ചിലപ്പം വേറൊരു തിയറി, എന്തുകൊണ്ട് നമ്മൾ മറക്കുന്നുള്ള വേറൊരു തിയറിയും കൂടി ചോദിക്കാം. അതുകൊണ്ട് അത് മിസ് ഔട്ട് ആവാതിരിക്കാനും വേണ്ടി ഞാൻ അതിന് പ്രധാനപ്പെട്ട 2 തിയറീസും കൂടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒന്നെന്താണ്, ഇന്റർഫെറൻസ് തിയറി എന്നാട്ടോ പറയാം. അതായത് ന്യൂ ഓർ ഓൾഡ് ഇൻഫോർമേഷൻ കൺഫ്യൂസസ് മെമ്മറി. ഓക്കെ, അതായത് പുതിയ ഇൻഫോർമേഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ പഴയ ഇൻഫോർമേഷനും പുതിയ ഇൻഫോർമേഷനും കൂടി മിക്സ് ആകുമ്പോൾ നമുക്ക് എന്താ, നമ്മുടെ മെമ്മറിയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അത് നമ്മൾ എന്താ പറയാ, ഇന്റർഫിയറൻസ് തിയറി എന്ന് പറയാം. ഓക്കെ, അതായത് ഓൾഡ് ലേണിംഗ് എഫക്റ്റ് ന്യൂ. ഓക്കെ, അതിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്, പ്രോ ആക്റ്റീവ്, റെട്രോ ആക്റ്റീവ്. അതായത് പ്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾഡ് ലേണിംഗ് എഫക്ട്സ് ന്യൂ. റെട്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ന്യൂ ലേണിംഗ് എഫക്ട്സ് ഓൾഡ്. അതും കൂടി നിങ്ങൾ പഠിച്ചു വെച്ചാൽ അതിന്റെ 2 ടൈപ്സ് കേട്ടോ, പ്രോ ആക്റ്റീവും റെട്രോ ആക്റ്റീവും. പ്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, പഴയ ലേണിംഗ് എന്താണ് പുതിയതിനെ ബാധിക്കുകയാണ്. റെട്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, പുതിയ ലേണിംഗ് പഴയതിനെ ബാധിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഇതിൽ ഇന്റർഫിയറൻസിൽ വരുന്ന 2 ടൈപ്സ് ഓഫ് ഇന്റർഫിയറൻസ്, 2 ടൈപ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഒരു ടൈപ്പ് ആണ് ഈ പറയുന്ന ഇൻഹിബിഷൻ എന്ന് പറയും. അത് ഒരു റീസൺ നമ്മൾ മറക്കാനുള്ളത്, certain memories are blocked or suppressed. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിലൊക്കെ ചിലപ്പം ചില ട്രോമാസുകൾ ഉണ്ടാവും അല്ലെ. നമുക്ക് അത് ലൈഫിൽ നമുക്ക് എന്താണ്, നമ്മൾ ഒരു സമയത്ത് നമ്മുടെ ലൈഫിനെ വല്ലാണ്ട് ബാധിച്ചിട്ടുള്ള ഒരു ട്രോമാസ് ആയിരിക്കും. ഇതിനെപ്പറ്റി പറയുന്നതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നോ പാസ്റ്റ് ഈസ് പാസ്റ്റ്, റൈറ്റ്? യാ, പാസ്റ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിനെ ബാധിച്ചൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും every time please do believe that things will change, right? Life will goes on, so you need to be changed and time will heal the problems, right? ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റീസെന്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം, പുള്ളിക്കാരന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പുള്ളിക്കാരൻ എത്രത്തോളമാണ് പുള്ളിക്കാരനെ ബാധിക്കുന്നത് എന്നുള്ളത് എനിക്ക് കറക്റ്റ് മനസ്സിലാകുന്നുണ്ടാവും. അതുകൊണ്ടാണ്, കാരണം ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അതൊരു റിയാലിറ്റി ആണല്ലോ. ഇപ്പം എന്റെ പ്രശ്നങ്ങൾ വേറെ രീതിയിലായിരിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ വേറെ രീതിയിലായിരിക്കാം. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങൾ വലുതാണ്. അതാണ് ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിങ്സ് വിൽ ചേഞ്ച്. ഓക്കെ, ടൈം വിൽ ഹീൽ ദ തിങ്സ്. നിങ്ങൾ അതിൽ നിന്ന് മുന്നോട്ട് വരിക. ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നതും ഇതൊക്കെ നിങ്ങൾക്കൊരു ഗോൾ ഉള്ളത് കൊണ്ടാണ്. അപ്പം ഡെഫിനറ്റ്ലി ദ ലൈഫ് ഈസ് ഗെറ്റിംഗ് ചേഞ്ച്ഡ്. സോ ജസ്റ്റ് ബി ഇൻ ദ ട്രാക്ക്, എവറിഥിങ് വിൽ ഗെറ്റ് ഓൺലൈൻ. ഓക്കെ, അപ്പൊ ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ അതാണ്, നമ്മൾ ചില ഓർമ്മകൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത, നമ്മളത് മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകളൊക്കെ നമ്മൾ ആ ഒരു സപ്രഷൻ കാരണം നമ്മൾ മറന്നു പോകും. അതിനാണ് നമ്മൾ പറയാം ഇൻഹിബിഷൻ എന്ന് പറയാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ,
അപ്പൊ ഇതാണ് നിങ്ങൾ ഈ ഹ്യൂമൻ മെമ്മറി എന്നുള്ള ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത് മാത്രമേ ഉള്ളൂ. ഐ ഹോപ്പ് യു പീപ്പിൾ ഹാവ് റിട്ടൺ നോട്ട്സ് ഓൺ ദിസ്. ഈ PDF ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. ഞാൻ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ എന്തായാലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടാവും. നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. അത് ഒരു ഞാൻ പെയ്ഡ് ആയിട്ടൊന്നുമല്ല. നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വന്ന് ഒരു പാർട്ട് ഓഫ് ദി അക്കാഡമി നമുക്ക് ആകാന്നുള്ളതാണ്. അതുകൊണ്ട് പ്ലീസ് ഡു ജോയിൻ ടു അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ക്യാൻ കോൺടാക്ട് മീ അറ്റ് എനി ടൈം. സോ യാ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, നോട്ട്സുകൾ എടുക്കുക. വീണ്ടും പറയാണ്, പ്ലീസ് റിവൈസ് വാട്ട് ഓഫ് ദ തിങ്സ് യു ആർ ലേണിംഗ്. ഓക്കെ, നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്തൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയ കോൺസെപ്റ്റ് ആയിക്കോട്ടെ വലിയ കോൺസെപ്റ്റ് ആയിക്കോട്ടെ, വീണ്ടും വീണ്ടും റിവിഷൻ നടത്തി നിങ്ങളുടെ മൈൻഡിൽ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാന്നുള്ളതാണ്. യാ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. താങ്ക്സ് എവരിവൺ.